തമിഴക വെട്രി കഴകം അധ്യക്ഷനും നടനുമായ വിജയ് എൻഡിഎ മുന്നണിയിലേക്ക് പോകുമോ എന്നതാണ് നിലവിലുയരുന്ന പ്രധാന ചർച്ച. പാർട്ടിയുടെ രൂപീകരണം മുതലേ ഇങ്ങനൊരു അഭ്യൂഹം പലതവണ ചർച്ച ചെയ്യപ്പെട്ടതാണെങ്കിലും നിലവിലെ ടിവികയുടെ നിലപാട് പ്രഖ്യാപനമാണ് ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടുന്നത്. വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. വിജയിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാൽ ഏത് രാഷ്ട്രീയ പാർട്ടിയുമായും സഖ്യത്തിന് തയ്യാറാണെന്ന നിലപാടിലാണ് തമിഴക വെട്രി കഴകം അഥവാ TVK എന്നാണ് റിപ്പോർട്ട്. പാർട്ടിയിലെ ചില ഉന്നതരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. BJPയുമായി പാർട്ടി ചർച്ചകൾ നടത്തിയെന്ന അഭ്യൂഹങ്ങൾക്ക് പിന്നാലെയാണ് ഈ റിപ്പോർട്ട് കൂടി പുറത്തുവരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിന് തമിഴ്നാട്ടിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ DMK വിരുദ്ധ മുന്നണിയിൽ പരമാവധി കക്ഷികളെ ഉൾക്കൊള്ളിക്കണമെന്ന നിർദ്ദേശമാണ് BJP സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത്. ഏത് വിധേനയും TVKയുമായി സഖ്യത്തിന് ശ്രമിക്കണമെന്ന സൂചനയും ദേശീയ നേതൃത്വത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. 2021 സംസ്ഥാനത്തെ 234 സീറ്റുകളിൽ 4 മാത്രമേ BJPക്ക് നേടാനായിരുന്നുള്ളൂ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ അക്കൗണ്ട് തുറക്കാനും കഴിഞ്ഞിരുന്നില്ല. അതിനാൽ തന്നെ വിജയിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും പരമാവധി DMK വിരുദ്ധ ശക്തികളെ NDAയിലേക്ക് കൊണ്ടുവരണമെന്നും അമിത്ഷാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഒരു ബദൽ രാഷ്ട്രീയ ശക്തിയായി ഉയർന്നു വരാൻ ശ്രമിക്കുന്ന വിജയിയുടെ TVK പാർട്ടിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ സജീവമായ ശ്രമമാണ് BJP നടത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഈ സാഹചര്യത്തിലാണ് TVKയുടെ പുതിയ പ്രഖ്യാപനം കൂടിയെത്തുന്നത്. മുന്നണിയുടെ നേതൃസ്ഥാനം നൽകാനും വിജയിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാനും തയ്യാറുണ്ടെങ്കിൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കാമെന്നാണ് TVK പറയുന്നത്. BJPയുമായോ ഭരണകക്ഷിയായ DMKയുമായോ രാഷ്ട്രീയ സഖ്യം രൂപീകരിക്കില്ലെന്ന് പാർട്ടി ഏതാനും മാസങ്ങൾക്ക് മുൻപ് സ്വീകരിച്ച നിലപാടിൽ നിന്നുള്ള വ്യക്തമായ മാറ്റമായിട്ടാണ് ഇതിനെ രാഷ്ട്രീയ വിശകലന വിദഗ്ധർ കാണുന്നത്. അതേസമയം കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാമെന്ന സൂചന നേരത്തെ പാർട്ടി നൽകിയിരുന്നുവെങ്കിലും ചർച്ചകൾ എങ്ങും എത്തിയില്ല. ഇതിനിടെ മുൻ മുഖ്യമന്ത്രി O. പനീർസെൽവത്തിന്റെ AIADMK TUMK TVKയിൽ ചേരാൻ താൽപര്യം പ്രകടിപ്പിച്ച് രംഗത്തുണ്ട്. 20 സീറ്റാണ് പനീർസെൽവം ചോദിക്കുന്നത്. എന്നാൽ 15 സീറ്റ് മാത്രമേ നൽകൂ എന്ന നിലപാടിലാണ് TVK. DMK താഴെ ഇറക്കുക എന്ന ഒറ്റ ലക്ഷ്യവുമായാണ് വിജയ് 2024 ഒക്ടോബറിൽ TVKക്ക് തുടക്കമിട്ടത്. കരൂർ ദുരന്തത്തിന് പിന്നാലെയും വിജയിയെ NDAയിലെത്തിക്കാൻ BJP ശ്രമിച്ചിരുന്നു. കരൂർ ദുരന്തശേഷമുള്ള AIADMK BJP പാർട്ടികളുടെ പ്രതികരണങ്ങളും അത്തരത്തിലുള്ളതായിരുന്നു. TVKയോ BJPയോ ഉന്നം വയ്ക്കാതെ DMKക്കെതിരെ മാത്രമായിരുന്നു അന്നത്തെ പ്രതികരണങ്ങൾ. അത്രയും അപകടം സൃഷ്ടിച്ചത് മുഴുവൻ DMK ആണെന്നും അവർ വേണ്ട സുരക്ഷ ഒരുക്കാത്തതാണ് 41 പേരുടെ ജീവനെടുത്തത് എന്നുമായിരുന്നു TVK പോലെ BJP വാദിച്ചിരുന്നത്. വിജയ് ഒറ്റയ്ക്കാകില്ലെന്നും അന്യായമായി വേട്ടയാടാൻ സമ്മതിക്കില്ലെന്നും BJP TVK നേതൃത്വത്തെ അറിയിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ TVK BJPക്കൊപ്പം ചേരുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയൊന്നുമില്ല. അഭ്യൂഹങ്ങൾ മാത്രമാണുള്ളത്.